നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ തീരുമാനം റദ്ദാക്കിയ സുപ്രീംകോടതി ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഗവർണർ ആർ എൻ രവിക്കെതിരെ നൽകിയ കേസിലെ വിധിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക നിർദ്ദേശങ്ങൾ. ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിലും രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാൻ സമയപരിധിയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു. നിയമസഭയിൽ പാസാക്കി അംഗീകാരത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടായാൽ ഉചിതമായ കാരണം രേഖപ്പെടുത്തി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് റിപ്പോർട്ട് നൽകണമെന്നും കോടതി. ഇക്കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചാൽ രാഷ്ട്രപതിക്കെതിരെ മാൻഡമസ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അവകാശമുണ്ടെന്നും ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ലെന്നും സുപ്രീംകോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിൽ ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണറുടെ നടപടിയെ നിയമവിരുദ്ധമെന്നായിരുന്നു സുപ്രീംകോടതി വിമർശിച്ചത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ നിയമ പോരാട്ടത്തിൽ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഈ നിരീക്ഷണങ്ങൾ. കേരളത്തിന്റെ ഹർജി അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഉത്തരവിലെ ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടാൻ സംസ്ഥാനം ശ്രമിച്ചേക്കും. ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരായ സുപ്രീംകോടതി ജസ്റ്റിസ് JB പർദിവാലയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് പുനഃപരിശോധനാ ഹർജി നൽകാൻ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ നടത്തുന്നതായും വിവരമുണ്ട്. 24 ഡൽഹി. ബില്ലുകളുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് പുറത്തിറക്കിയതിന് പിന്നാലെ തമിഴ്നാട്ടിൽ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകൾ നിയമമായി. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ കൈകാര്യം ചെയ്യാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരായ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ വിമർശനത്തിനെതിരെ ഇടതു പാർട്ടികളും കോൺഗ്രസും രംഗത്ത്. സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത നേതാക്കൾ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് സുപ്രീംകോടതി വിധിക്കെതിരെ ഗവർണർ തുറന്നടിച്ചത്. ഗവർണർമാർ ബില്ലുകൾ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചതിലൂടെ സുപ്രീംകോടതി അതിരുവിട്ടു പെരുമാറിയെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പ്രതികരണം. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് നടത്തുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനെന്ന് ഗവർണർ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. പിന്നാലെ ഗവർണറുടെ അഭിമുഖത്തെ വിമർശിച്ച് ഇടതു പാർട്ടികളും കോൺഗ്രസും രംഗത്തെത്തി. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്. ബില്ലുകൾ വൈകിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലാണെന്നും ഗവർണർമാരെ ഇതിനായി ഉപയോഗിക്കുന്നുവെന്നും KC വേണുഗോപാൽ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ നടക്കുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ബില്ലുകൾ നിയമമായി കഴിഞ്ഞതായി മന്ത്രി P രാജീവും പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ ബില്ലുകളൊന്നും തീർപ്പാക്കാതെ കിടക്കുന്നില്ലെന്നും രാജ്ഭവനിലേക്ക് അയച്ച ബില്ലുകളെക്കുറിച്ച് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും ഗവർണർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളതെന്നും അർലേക്കർ അഭിമുഖത്തിൽ പറഞ്ഞു. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ SFIO മാസപ്പടി കേസ് LDFന്റെ കേസല്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ CPIMന് അതൃപ്തി. കേസ് നോക്കാൻ വീണയ്ക്കറിയാമെന്നും ബിനോയ് ഉത്കണ്ഠപ്പെടേണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടിയുടെ മറുപടി. പാർട്ടി നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന മുൻ നിലപാട് ബിനോയ് വിശ്വം തിരുത്തിയത്. ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ 68ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രസംഗത്തെപ്പറ്റി പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ വന്ന വാർത്തയാണിത്. മാസപ്പടി കേസിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രസംഗം. ഇതിനെതിരെ CPI സംസ്ഥാന കൗൺസിൽ വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി വരുന്ന കാര്യങ്ങളെ മാത്രം പ്രതിരോധിച്ചാൽ മതി. സംരംഭക എന്ന നിലയിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യങ്ങളിൽ പാർട്ടി പക്ഷം ചേരേണ്ട എന്നായിരുന്നു നേതൃയോഗത്തിന്റെ പൊതുവികാരം. സെക്രട്ടറി നിലപാട് തിരുത്തണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ബിനോയ് വിശ്വം മലക്കം പറഞ്ഞത്. എന്നാൽ ബിനോയിയുടെ നിലപാടിൽ CPIMന് അതൃപ്തിയുണ്ട്. പരസ്യ പ്രതികരണത്തിന് നേതൃത്വം മുന്നോട്ട് വന്നില്ലെങ്കിലും CPI സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞ് മന്ത്രി തന്നെ രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ
ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയൻ്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. ഇടതുമുന്നണിയും സർക്കാരും CPIM ആണെന്ന പ്രചരണത്തിനെതിരെ CPI വന്ന വിമർശനങ്ങളെയും മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു. പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. ഇനി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നും അസൂയം കുശുമ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇരു പാർട്ടികൾക്കുമിടയിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ്. 24 തിരുവനന്തപുരം. ഹിയറിംഗ് വിവാദത്തിൽ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് IAS. സ്വകാര്യ കേസുകളിലെ കോടതി ഹിയറിംഗ് സ്ട്രീം ചെയ്യുന്നുണ്ട്. മടിയിൽ കനമില്ലാത്തവർ ഭയക്കുന്നതാണ് വിചിത്രമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഹിയറിംഗ് ലൈവായി സ്ട്രീം ചെയ്യണമെന്ന ആവശ്യം ചീഫ് സെക്രട്ടറി തള്ളിയതിനു പിന്നാലെയാണ് എൻ പ്രശാന്തിന്റെ പുതിയ പോസ്റ്റ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ പ്രതിഷേധത്തിനിടെ സംഘർഷം. 2 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ ഇതുവരെ 118 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. സംസ്ഥാനത്ത് കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. കനത്ത ജാഗ്രതയിലാണ് മുർഷിദാബാദ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഇന്നലെയുണ്ടായ പ്രതിഷേധമാണ് അക്രമാസക്തമായത്. അക്രമികൾ വീട്ടിൽ കയറി അച്ഛനെയും മകനെയും കൊലപ്പെടുത്തി. മേഖലയിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ മുർഷിദാബാദ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 118 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിംതിത, ഷംഷേർഗഞ്ച്, ജംഗീപൂർ, ജാഫ്രാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ BSFനെയും വിന്യസിച്ചു. അതിനിടയിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയിൽ പ്രത്യേക ബെഞ്ചിന്റേതാണ് വിധി. സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രദേശവാസികളോട് മുഖ്യമന്ത്രി മമതാ ബാനർജി അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നും മമതാ ബാനർജി ആവർത്തിച്ചു. 24 ഡൽഹി. വഖഫ് ബോർഡിനും സർക്കാരിനുമെതിരെ മുനമ്പം ഭൂസംരക്ഷണ സമിതി. മുനമ്പം ഭൂമി തർക്കത്തിൽ ഇരുകൂട്ടരും സ്വീകരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ച് സമരസമിതി പ്രവർത്തകർ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം ആരംഭിച്ചിട്ട് 6 മാസം പിന്നിട്ടു. ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രശ്നപരിഹാരം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല. വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിലായിരുന്നു മുനമ്പം ജനതയുടെ പ്രതീക്ഷ. വാദം കേൾക്കുന്നതിന് മുന്നോടിയായി മുനമ്പം നിവാസികളെ കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തു. ട്രൈബ്യൂണലിൽ വാദം തുടരാമെങ്കിലും അന്തിമ വിധി പറയരുതെന്ന ഹൈക്കോടതി വിധി വന്നതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വഖഫ് ബോർഡിന്റെ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഇടപെടൽ. ഗവൺമെന്റ് നമ്മുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും 182 ദിവസങ്ങളായിട്ടും ഇവിടെ ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. ട്രൈബ്യൂണൽ ഒരു വിധി വരുന്നു മനസ്സിലാക്കിയപ്പോൾ തന്നെ ഉടനെ തന്നെ സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. 610 കുടുംബങ്ങളുടെ അവസ്ഥ ഇവർ മനസ്സിലാക്കുന്നില്ലേ? മുനമ്പം ഭൂമി പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ലത്തീൻ സഭ രംഗത്തെത്തിയിരുന്നു. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സംഘർഷ വിഷയമാക്കി കത്തിച്ചു നിർത്തി വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നായിരുന്നു ലത്തീൻ സഭയുടെ നിലപാട്. 24 കൊച്ചി. മുംബൈക്ക് പുറമെ മറ്റിന്ത്യൻ നഗരങ്ങളെയും തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നതായി NIA. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ല. റാണയുടെ ശബ്ദ സാമ്പിളുകൾ ദേശീയ അന്വേഷണ ഏജൻസി ശേഖരിക്കും. NIA ആസ്ഥാനത്തെ പ്രത്യേക സെല്ലിൽ 12 അംഗ സംഘമെത്തിയാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ റാണയെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ മറ്റാർക്കും അനുവാദമില്ല. 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി സെല്ലിൽ പ്രത്യേകം ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 മണിക്കൂറാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരങ്ങളാണ് തേടിയത്. എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി റാണ നൽകുന്നില്ല. മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും റാണ ലക്ഷ്യമിട്ടിരുന്നതായി NIAക്ക് വിവരം ലഭിച്ചു. ഇന്ത്യയിലെത്തിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ റാണയുടെ നിർദ്ദേശമനുസരിച്ച് സഹായിച്ച വ്യക്തിയെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ദുബായിലെ ഒരു വ്യക്തിയുമായി തഹാവൂർ റാണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇയാൾക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കും.
തഹാവൂർ റാണയുടെ ശബ്ദ സാമ്പിളുകളും NIA സംഘം ശേഖരിക്കും. അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള തഹാവൂർ റാണയുടെ ശബ്ദ സന്ദേശങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണിത്. ഉപാധികളിൽ നിന്നുകൊണ്ട് തഹാവൂർ റാണയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ തേടുക എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. പുതിയ വിവരങ്ങളും തെളിവുകളും ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മറ്റു ദിശകളിലേക്ക് തിരിയും. വിനീത VG 24 ഡൽഹി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് നേതാക്കൾ. കോഴിക്കോട് പ്രാഥമിക കൂടിയാലോചനകൾ നടത്തി. ആര്യടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം. VS ജോയിയുടെ പേരും പരിഗണനയിലുണ്ട്. മണ്ഡലത്തിൽ കോൺഗ്രസ് അനുകൂല സാഹചര്യമെന്നാണ് വിലയിരുത്തൽ. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി. നിലമ്പൂർ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതിനുള്ള പ്രാഥമിക ചർച്ചകൾ കോഴിക്കോട് നടന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെയും മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് മുൻഗണന. ക്രൈസ്തവ സമുദായത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ VS ജോയ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലീഗ് നേതാക്കളുമായുള്ള അടുപ്പവും മലപ്പുറത്ത് UDF മുന്നണിയെ മികച്ച രീതിയിൽ നിലനിർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനവും ജോയിക്ക് അനുകൂലമാണ്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. 2016 നിലമ്പൂർ മണ്ഡലം UDFന് നഷ്ടമായത്. ആര്യാടൻ മുഹമ്മദ് പിന്മാറിയ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാനിറങ്ങിയെങ്കിലും പിതാവിന് നൽകിയ പിന്തുണ വോട്ടർമാർ മകന് നൽകിയില്ല. 24 കോഴിക്കോട്. കോഴിക്കോട് DCC ഓഫീസ് ലീഡർ K കരുണാകരൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് K മുരളീധരൻ. അസാന്നിധ്യം ചർച്ചയായതോടെ ആരോഗ്യ പ്രശ്നങ്ങളാലാണ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് എന്ന് K മുരളീധരൻ വിശദീകരിച്ചു. സംഭവത്തിന് പിന്നാലെ പരസ്പരം പോരടിക്കുന്നത് മാറണമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ N വിജയന്റെ കുടുംബം വേദിയിൽ പരാതിയുമായി എത്തി. പിതാവ് സൂചിപ്പിച്ച മുഴുവൻ കടങ്ങളും വീട്ടുമെന്ന് നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി പിന്നീട് കുടുംബം പ്രതികരിച്ചു. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള ആഗ്രഹം ലീഡർ K കരുണാകരൻ മന്ദിരം. പ്രധാന UDF നേതാക്കളെല്ലാം അണിനിരുന്ന പരിപാടി. അവിടെയാണ് K മുരളീധരന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായത്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് K മുരളീധരന്റെ വിശദീകരണം. ഒരു പ്രശ്നവുമില്ല, പാർട്ടിക്കകത്തൊരു പ്രശ്നവുമില്ല, മനഃപൂർവ്വം പങ്കെടുക്കാത്തതല്ല, ഒരു ആരോഗ്യപരമായുള്ള കാര്യങ്ങളുകൊണ്ട് മാത്രമാണ് ഇന്ന് പോകാതിരുന്നത്. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഓഫീസ് പോയിട്ട് ഒഫീഷ്യലായിട്ട് കാണുന്നുണ്ട്. തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ K സുധാകരന്റെ രൂക്ഷ വിമർശനവും. പരസ്പരം പോരടിക്കുന്നത് മാറണം, പുറത്തെ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്നും K സുധാകരൻ. കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. പരസ്പരം പോരടിക്കുന്ന രീതിക്ക് മാറ്റം വേണം. പുറത്തുള്ള എതിരാളിയേക്കാൾ ഉള്ളിലുള്ളവരെ ശത്രുവായി കാണുന്ന മനോഭാവം വെടിയണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരക്കാനാവൂ എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും സാധിക്കില്ല. അതിനിടെ ഉദ്ഘാടന വേദിയിൽ പരാതിയുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബം എത്തി. നേതൃത്വം ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. തുടർന്ന് T സിദ്ദിഖ് MLA, AP അനിൽകുമാർ MLA എന്നിവർ കുടുംബവുമായി ചർച്ച നടത്തി. അച്ഛൻ സൂചിപ്പിച്ച മുഴുവൻ കടങ്ങളും വീട്ടുമെന്ന് നേതൃത്വം ഉറപ്പ് നൽകിയതായി കുടുംബം അറിയിച്ചു. മന്ദിരത്തിന്റെ ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചു. BJP ഭരണഘടനാ സ്ഥാപനങ്ങളെ കയ്യിലെടുക്കുകയാണ്. പാർലമെന്റിനെ പോലും നോക്കുകുത്തിയാക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടാൻ പോലും ഗവർണർ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി നിർണായകമായെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. ഇപ്പോഴൊരു വിയോഗ വാർത്ത അഭിജിത്ത് മുഴക്കുന്ന് അറിയിക്കുന്നുണ്ട്. കോഴിക്കോട്ടെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റായിരുന്ന V കമലം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കാരമ്പള്ളി ശങ്കരക്കുറുപ്പിന്റെ വെങ്കിൽ കല്യാണിക്കുട്ടിയമ്മയുടെ മകളാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കുമെന്ന് അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കോഴിക്കോട് ലത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിച്ചു. കണ്ണൂർ സുൽത്താൻപേട്ട് രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരുന്നത്. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. Right Reverend Varghese Chakalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanpet as suffragans.
and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. വത്തിക്കാൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാന പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചു. കോഴിക്കോട് രൂപതാ ആസ്ഥാനത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സന്തോഷ വിവരം വിശ്വാസി സമൂഹത്തെ വായിച്ചു കേൾപ്പിച്ചു. കോഴിക്കോട് രൂപത സ്ഥാപിതമായി 102 വർഷം പിന്നിടുമ്പോഴാണ് അതിരൂപതാ പദവി ലഭിക്കുന്നത്. കേരളത്തിലെ 3ാമത്തെ ലത്തീൻ അതിരൂപതയാണ് സുൽത്താൻപേട്ട്, കണ്ണൂർ രൂപതകൾ ചേരുന്ന കോഴിക്കോട് അതിരൂപത. പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനും സന്തോഷ നിമിഷമാണ്. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ദൈവം വിസ്മയങ്ങളുടെ ദൈവം മാത്രമല്ല, നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന, ഈ രൂപതയെ സ്നേഹിക്കുന്ന അനേകം ആളുകളുടെ നിലവിളി പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. പ്രഖ്യാപന വേളയിൽ ആശംസകളുമായി വിവിധ രൂപതാ ബിഷപ്പുമാർ അതിരൂപതാ സ്ഥാനത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആശംസകൾ നേർന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആശംസകൾ അറിയിച്ചെത്തി. ഓശാന ഞായർ ഈസ്റ്റർ വേളയിലെത്തുന്ന അംഗീകാരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വിശ്വാസി സമൂഹവും. 24 കോഴിക്കോട്. SKN40 കേരള യാത്രയുടെ പര്യടനം തുടരുന്നു. അക്രമത്തിന് ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 ജനകീയ യാത്രയ്ക്ക് മഞ്ചേരിയുടെ പൂർണ്ണ പിന്തുണ. MLA മാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരെ അണിനിരന്നു. മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഇന്നത്തെ യാത്രയുടെ തുടക്കം. നിരവധി കൂട്ടായ്മകൾ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചെത്തി. ലഹരിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ പിന്തുണ, മെക്സവന്റെ പ്രത്യേകിച്ചും മഞ്ചേരിയിലെ മെക്സവൻ ലേഡീസിന്റെ പൂർണ്ണ പിന്തുണ ഇതിന്റെ പിന്നിലുണ്ടാവും. 9 മണിയോടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന തുവൂർ ഗാലക്സി ക്ലബ്ബും ഫുട്ബോൾ മൈതാനത്തിൽ ഒത്തുചേർന്നു. സാർ നയിക്കുന്ന ഈ നല്ല കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ക്ലബ്ബാണ്. 11:30 ജനകീയ യാത്ര വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെത്തി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി എന്ന വിപത്തിനെതിരെ ഒന്നിച്ചു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജനകീയ യാത്രയ്ക്ക് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് ആശംസ നേർന്നു. SKN40 ഇത്ര നന്നായിട്ട്, വളരെ നന്നായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണിച്ച ഈ ധൈര്യം, മാഫിയ സംഘത്തോട് നേരിടാൻ കാണിച്ച ധൈര്യം ഞാനിവിടെ അനുമോദിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മർത്തോമ കോളേജിൽ യാത്രയെത്തി. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ SKN വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. മാർത്തോമ കോളേജ് ലഹരിമുക്ത ക്യാമ്പസാക്കാൻ ഈ യാത്ര പ്രചോദനമായതായി മുഖ്യ രക്ഷാധികാരി പറഞ്ഞു. അഭിപ്രായങ്ങളും നിലപാടുകളും ശക്തമാകുന്നതുകൊണ്ടും ഓരോ ഹൃദയങ്ങളിലേക്കും ഓരോ കാര്യങ്ങളെ സംവേദനം ചെയ്യുവാൻ താങ്കൾ എടുക്കുന്ന ശ്രമവും ദൈവം താങ്കൾക്ക് എന്ന കഴിവ്. അമ്മമാരുടെ കണ്ണീര് വീഴുകയാണ് ഈ മണ്ണിലിപ്പോ. എത്രയോ പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ പങ്കുവച്ച് അമ്മമാർ സ്കൂളിലേക്ക് അയച്ച അതേ കുട്ടികൾ തന്നെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെ അമ്മയ്ക്ക് നേരെ കത്തിയെടുക്കുന്ന, അമ്മയെ കൊലപ്പെടുത്തുന്ന ഒരു വിധ്വംസകമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. കൊട്ടുക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിലും SKN40 എത്തി. അവധി ദിവസമായിട്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളെത്തി. പുത്തനങ്ങാടിയിൽ പോയി ശ്രദ്ധയാർന്നൊരു ചൂല് വാങ്ങുക എന്ന് ചമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപഹാസ്യ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങളൊരു ചൂല് വാങ്ങിക്കുക, അടിച്ചു വൃത്തിയാക്കണം. ഈ നരാധമന്മാർ നമുക്കിടയിൽ മാന്യന്മാരായി അവരുടെ കുപ്പായമിട്ട് നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. മലപ്പുറത്തെ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി നാളെ യാത്ര വയനാട്ടിലേക്ക് കടക്കും. 24 മലപ്പുറം. കണ്ണൂർ കൊയ്യത്ത് ബസ് മറിഞ്ഞ കുട്ടികൾക്ക് പരിക്ക്. കൊയ്യം മർക്കസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് തലകീഴായി മറിഞ്ഞു. 20-ലേറെ കുട്ടികൾക്ക് പരിക്കുണ്ട്. അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊയ്യത്ത് വച്ചുണ്ടായ ബസ് അപകടത്തിൽ 32 പേർക്കാണ് ആകെ പരിക്കേറ്റത്. 28 വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ 4 മുതിർന്നവർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊയ്യം മർക്കസിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മർക്കസിലെ ഒരു അധ്യാപകന്റെ
മകൻ്റെ കല്യാണത്തിന് വേണ്ടി പോകുന്നതിനിടെയാണ് ഈ ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. അതിലുണ്ടായിരുന്ന കുട്ടികളെ, അതായത് പരിക്കേറ്റ 28 കുട്ടികളെ അതിൽ മയിലിലെ ഗവൺമെൻറ് ആശുപത്രിയിലും അതോടൊപ്പം അല്പം സാരമായ പരിക്കേറ്റവരെ കണ്ണൂരിലെ AKG ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിയന്ത്രണം വിട്ട് ആ ബസ് മറിയുകയായിരുന്നു എന്നതാണിപ്പോൾ പോലീസിൻ്റെയൊക്കെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഡ്രൈവർ ഉൾപ്പെടെയുള്ള മുതിർന്ന 4 പേരുണ്ടായിരുന്നു. അവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് തന്നെയാണ് എന്തായാലും ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത്. കുട്ടികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയിലിലെ ഗവൺമെൻറ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ AKG ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. തിരുവല്ലയിൽ ഒരു കാർ അപകടമുണ്ടായിട്ടുണ്ട്. അവിടെ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പൂർണ്ണമായും കത്തി. വാഹനം ഓടിച്ചിരുന്നയാൾ രക്ഷപ്പെട്ടു എന്നാണ് AV ജയശങ്കർ അറിയിക്കുന്നത്. 24 റൗണ്ട് പൂർത്തിയാകുന്നു. നമസ്കാരം.